ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കോണറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു ക്യാമറ സ്ലൈഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ക്യാമറ സ്ലൈഡർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവിടെ വീഡിയോ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ക്യാമറ സ്ലൈഡർ എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു അറ്റത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആ കിട്ടുന്ന ഒരു ഷോട്ട് നല്ല ഭംഗിയാണ്. നമ്മളൊക്കെ ഒരു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരറ്റത്തേക്ക് ഒരു ഷോട്ട് കിട്ടും. പിന്നെ വേറെ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ പ്രൊഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ക്യാമറ സ്ലൈഡർ വെച്ചൊരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രസമായിരിക്കും ആ ഷോട്ടൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ സ്ലൈഡർ വാങ്ങണമെങ്കിൽ തന്നെ ഒരു 3000 രൂപ 4000 രൂപയൊക്കെ റേഞ്ച് ആവും ആ ഒരു ക്യാമറ സ്ലൈഡർ, നല്ലൊരു ക്യാമറ സ്ലൈഡർ വാങ്ങണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചെറിയ സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഒരു ക്യാമറ സ്ലൈഡർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു അലൂമിനിയം ട്യൂബാണ്. ഒരു 1 മീറ്ററിൻ്റെ അലൂമിനിയം ട്യൂബ്, 2 ഇഞ്ചാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആക്രിലിക് ഷീറ്റാണ്. ആക്രിലിക് ഷീറ്റ് നമുക്ക് കടകളിൽ നിന്ന് പറഞ്ഞാൽ ഓൺലൈനൊക്കെ നിസ്സാര വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ആക്രിലിക് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്രിലിക് ഷീറ്റ് നമുക്ക് ഇതുപോലത്തെ 2 പീസ് വേണം. ആദ്യം ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഈ സ്ലൈഡറിൻ്റെ ബേസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സ്ലൈഡർ നമ്മൾ അതുമേക്കും പിടിപ്പിച്ച് വെക്കുന്നത്, എന്നിട്ട് ആ പീസായിരിക്കും നമ്മൾ ട്രൈപോഡുമേക്ക് വെക്കുന്നത്. അപ്പോൾ സ്ലൈഡർ മൊത്തത്തിൽ ഒരു ട്രൈപോഡുമേക്ക് ഇരുന്നോളും. പിന്നെ ഒരു പീസ് എന്ന് പറയുന്നത് സ്ലൈഡറിൻ്റെ മുകളിലായിരിക്കും വരുന്നത്, അതുമേണ് നമ്മൾ ക്യാമറ പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയൊക്കെ പിടിപ്പിക്കുന്നത് അതുമേയിരിക്കും. ആ പീസായിരിക്കും നമ്മൾ ഈ ട്യൂബിനെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിത് ആദ്യം ഇവിടെ ഇത് പുള്ളി പിടിപ്പിക്കാനും ക്യാമറ പിടിപ്പിക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കി എടുക്കാം. ഈ 4 മൂലയ്ക്ക് 4 ഹോൾ ഇടണം. പിന്നെ നടുക്കൊരു ഹോളാണ്, അവിടെ നിന്നായിരിക്കും നമ്മുടെ ക്യാമറ പിടിപ്പിക്കാനുള്ള ഒരു ബോൾ മൗണ്ട് നമ്മൾ പിടിപ്പിക്കുന്നത്. ഈ 4 ഹോളുകളിലായിരിക്കും നമ്മൾ നമ്മുടെ പുള്ളികൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ക്യാമറ വന്നത് കറക്റ്റ് നടുക്കായിരിക്കും ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അതിനെ നടുഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊന്നുമില്ല, നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഒരറ്റത്ത് ഒരു 2 അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ തന്നെ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ഒരു വര വരയ്ക്കാം. ഇത് രണ്ടും കൂട്ടി മുട്ടണ ഈ പോയിൻ്റ് ആയിരിക്കും ഈ ബോർഡിൻ്റെ ഈ ആക്രിലിക് ഷീറ്റിൻ്റെ നടുഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഹോൾഡിട്ട് അവിടെ ബോൾ മൗണ്ട് പിടിപ്പിച്ച് അതുമായിരിക്കും നമ്മൾ ക്യാമറ പിടിപ്പിക്കാൻ പോകുന്നത്. ഇനി പുള്ളികൾ പിടിപ്പിക്കണം. അപ്പോൾ 4 അറ്റത്തുനിന്നും ഒരേ ഡിസ്റ്റൻസിൽ നമ്മൾ ഹോളുകളാണ് ഇടേണ്ടത്. 2 സെൻറ്റിമീറ്റർ നീളത്തിൽ എല്ലാ അറ്റത്തുനിന്നും മാർക്ക് ചെയ്യാം. മാക്സിമം കറക്റ്റ് മാർക്കിങ് എടുക്കാൻ നിൽക്കുക, കാരണം അല്ലെങ്കിൽ ഹോൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ പുള്ളിയൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായി എന്ന് വരില്ല. ഇനി നമ്മളിവിടെ ഒരു 6 mm ഡ്രിൽ ബിറ്റ് വെച്ച് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 അറ്റത്തും പുള്ളി പിടിപ്പിക്കാനുള്ള ഹോളുകളും പിന്നെ നമ്മുടെ ക്യാമറ പിടിപ്പിക്കാനുള്ള ഹോളുകളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പുള്ളി ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോൾട്ട് എടുക്കുക. നമ്മൾ ആദ്യം അതിലേക്ക് എന്ന് വെച്ചാൽ ഒരു പുള്ളി ഇട്ട് കൊടുക്കാം. ഈ ഒരു പുള്ളി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു നട്ട് ഇട്ട് മുറുക്കാം. നട്ടിട്ട് മുറുക്കുക. ഇതുപോലത്തെ 2 പുള്ളികളുടെ ഇടയിലാണ് നമ്മുടെ റോഡ് ഇരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ റോഡുമ്പോൾ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒരു പുള്ളിയും കൂടി വെക്കണം. പക്ഷേ അതിന് മുന്നേ ഒരു നട്ടും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതൊരു പുള്ളി ഇടാം കേട്ടോ. എന്നിട്ട് അതും ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് 4 ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആക്രിലിക് ഷീറ്റുമ്പോൾ നമ്മൾ പുള്ളികളൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ചെയ്യാനുള്ള നമ്മുടെ അലൂമിനിയം ട്യൂബ് എടുക്കുക. അലൂമിനിയം ട്യൂബ് എടുത്തിട്ട് ഇതുമേ കൂടെയാണല്ലോ നമ്മുടെ ഈ ഫുൾ സെറ്റപ്പ് നീങ്ങാൻ പോണത്. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ കുറച്ച് ഹോളുകൾ ഇടാനുണ്ട്. ഈ ട്യൂബിൻ്റെ 2 അറ്റങ്ങളിലും നമ്മളൊരു 6 mm ഡ്രിൽ ബിറ്റ് വെച്ച് നമ്മൾ ഹോൾ ഇടാണ്. 1 മീറ്ററിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഏകദേശം നടുഭാഗം കണ്ടുപിടിച്ചിട്ട് ഒരു ഒരേപോലത്തെ ഡിസ്റ്റൻസിൽ നമ്മൾ 2 ഹോൾ ഇട്ടേക്കാണ്. ഇവിടെയാണ് നമ്മൾ ബേസ് വന്നത്. ബേസ് ആക്രിലിക് ഷീറ്റ് നമ്മളിങ്ങനെ പിടിപ്പിക്കുന്നത്. ഈ 2 അറ്റത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ കുഞ്ഞ് ആക്രിലിക് ഷീറ്റ് ഉണ്ട്. അത് 4 ഉണ്ട്. മുകളിൽ അടിയിലായിട്ട് നമ്മളത് പിടിപ്പിക്കും. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെ പിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിത് അതിന് വേണ്ടി ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു 6 mm ഒരു ബോൾട്ടാണ് എടുത്തേക്കുന്നത്. എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ബോൾട്ട് ഏതെങ്കിലും ഒരു ആക്രിലിക് ഷീറ്റ് ഒരു ഹോളിൽ കൂടെ കയറ്റാം. എന്നിട്ട് ഈ ട്യൂബിൻ്റെ ഈ ഹോളിൽ കൂടെ കയറ്റി ഇത്രയും ഇവിടെ വരെ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ആക്രിലിക് ഷീറ്റുമേ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അത് 2 ഇരുന്നു. അപ്പോൾ അത് 2 ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു ആക്രിലിക് ഷീറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 4 ആക്രിലിക് ഷീറ്റ് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ മുകളിലും താഴെയിട്ട് 2 എണ്ണം വരും ഒരു സൈഡിൽ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേ ഫുള്ള് ടൈറ്റ് ചെയ്യണ്ട നമ്മൾ, കാരണം ഇനി ഇതിൻ്റെ ബേസ് പിടിപ്പിക്കാനുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ആക്രിലിക് ഷീറ്റ് പിടിപ്പിക്കാനുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ പുള്ളി മൊത്തം അറേഞ്ച്മെൻറ്റ് നമ്മളിതിൽ കയറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം ടൈറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമുക്കിത് ഇത്രയും ഭാഗം സെറ്റായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആക്രിലിക് ഷീറ്റ് പിടിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ ഈ പുള്ളി സെറ്റപ്പ് നമ്മൾ ഇതിൻ്റെ അത് കയറ്റി നോക്കിയിട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ശരിക്കും ആക്രിലിക് ഷീറ്റ് പിടിപ്പിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഇപ്പോൾ ആ ഹോൾ ഇട്ടേക്കണം, ആക്രിലിക് ഷീറ്റിന് ഹോൾ ഇട്ടേക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ പുള്ളി സെറ്റപ്പ് നമുക്ക് ഈ റോഡിലേക്ക് കയറ്റാം. ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്ന് ആ റൂട്ട് കയറുന്ന രീതിയിൽ അകത്തേക്ക് ഒന്ന് കയറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ആ ഒരു സ്ലൈഡറിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇനി ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത ആക്രിലിക് ഷീറ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു സ്ലൈഡറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി ടൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സ്ലൈഡറിൻ്റെ അത്രയും ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലൈഡറിന് ഒരു ബേസ് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ആ ബേസ് പിടിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ ഏകദേശം സ്ലൈഡറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ ബേസ് നമ്മൾ പിടിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ സ്ലൈഡറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 1 മീറ്ററിൻ്റെ അതായത് 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൈപ്പാണ് എടുത്തേക്കുന്നത്. 100 സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ നടുഭാഗം കണ്ടുപിടിച്ചിട്ട് നടുഭാഗത്ത് നിന്ന് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മളവിടെ 6 mm ബിറ്റ് വെച്ച് ഹോൾ ഇട്ടേക്കാണ് 4 എണ്ണം. അപ്പോൾ അവിടെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ബേസ് വരണമെന്ന് വെച്ചാൽ സ്ലൈഡർ ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ ബേസിലെ ഈ ആക്രിലിക് ഷീറ്റ് വരേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് വരുമ്പോൾ ഈ സ്ലൈഡറിൻ്റെ അടിയിൽ നട്ടുണ്ടല്ലോ, നമ്മുടെ പുള്ളി ഇരിക്കുന്ന നട്ട്, ആ നട്ട് വന്നതുമ്പോൾ മുട്ടും. അപ്പോൾ അത് പാടില്ല നമുക്ക്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ നമുക്കിതൊരു കുറച്ച് ഗ്യാപ്പിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽക്കണം. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 6 mm 2 ഇഞ്ച് നീളമുള്ള ഒരു ബോൾട്ട് എടുത്തേക്കണത് നമ്മളതിലൊരു വാഷർ ഇടും. എന്നിട്ട് ആദ്യം നമ്മൾ ഈ ആക്രിലിക് ഷീറ്റിൽ കൂടെ നമ്മൾ കയറ്റും. എന്നിട്ട് നമ്മളൊരു നട്ടിടും. ഇത്രയും. അപ്പോൾ അത് ടൈറ്റായി. ഈ ഒരു നട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഈ പുള്ളി മുട്ടാണ്ടിരിക്കാനുള്ള ആ സ്പേസ് ആയിക്കോളും. കണ്ടോ, കറക്റ്റായി. ഇനി നമുക്ക് ഇതുപോലെ 4 സൈഡിലും ചെയ്തിട്ട് അത് സ്ലൈഡറിൻ്റെ ഈ റോഡുമേക്ക് നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ 4 ബോൾട്ടുകൾ 2 നട്ടിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ ഈ ബേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് സ്ലൈഡറിൻ്റെ റോഡുമേക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമുക്കിത് ബേസുമേക്ക് നമ്മുടെ സ്ലൈഡർ പിടിപ്പിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരെ എടുത്ത് വേറെ ഒന്നുമില്ല, ആ ഒരു കറക്റ്റ് ഹോളുകൾ ഈ ബോൾട്ടുകളുടെ നേരെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കയറിക്കോളും. ഇതിലേക്ക് നമ്മൾ റോഡ് കയറ്റാനുള്ള പരിശ്രമത്തിലാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ നമ്മൾ ഈ ഹോൾ ഇടുന്ന സമയത്ത് ഡ്രില്ല് ബിറ്റ് കറക്റ്റ് നേരെ തന്നെ ഇവിടുത്തെ ഹോൾ കുറച്ച് അപ്പുറത്ത് ചെല്ലണം. അപ്പോൾ ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് ചരിഞ്ഞു പോയി തോന്നും. അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്, കഷ്ടപ്പാടുണ്ട് കുറച്ച് കയറ്റാൻ. പക്ഷേ അത്യാവശ്യം ഓക്കെ, ശരിയായി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. അപ്പോൾ നല്ല ഫിക്സായി, ഇപ്പോൾ നല്ല ടൈറ്റായി. അപ്പോൾ നമ്മൾ സ്ലൈഡറിന് തന്നെ ഒരു അനക്കമൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബാക്കി നട്ടിട്ട് ഒന്ന് മുറുക്കി കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് അളവെടുത്ത് കറക്റ്റായിട്ട് ഹോളുകൾ എടുക്കുക. അല്ലെങ്കിൽ അത് പിന്നെ അതിന് ശേഷം അത് ഭയങ്കര പ്രശ്നമാവും. നമ്മൾ സൈസ് വ്യത്യാസം വരുത്തേണ്ടിയൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതെ, നമുക്ക് അപ്പോൾ ബേസ് പിടിപ്പിച്ചു. ഇപ്പോൾ നല്ല കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പുള്ളിയുടെ ബോൾട്ടിന് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ 2 നട്ടിൻ്റെ ഗ്യാപ്പ് ഇട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് നോക്കാം. കണ്ടോ, ഒന്നുമേ തൊടാണ്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, എവിടെയും മുട്ടണമൊന്നുമില്ല, കറക്റ്റായിട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഒന്നിനെ മുട്ടാണ്ട് എല്ലാ ബെയറിങ്ങും ഈ റോഡുമേ കൂടെ തന്നെ നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡർ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ, നമ്മൾ അറിയില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ബ്ലാക്ക് ആക്രിലിക് ഷീറ്റാണ് നമ്മൾ എടുത്തതെന്ന്. നമുക്ക് ആ ഒരു ഷീറ്റ് അങ്ങോട്ട് പൊളിച്ച് കളയാം. ഇതിൻ്റെ പുറത്ത് നമ്മൾ ആ സ്ക്രാച്ചൊന്നും വീഴാണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഷീറ്റ് ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പൊളിച്ച് കളയാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്ലൈഡർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, എന്നാലും നമ്മൾ ആദ്യം വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന സ്ലൈഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു ട്രൈപോഡ് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ട്രൈപോഡിൻ്റെ കൂടെ കിട്ടുന്ന ക്വിക്ക് റിലീസ് പ്ലേ എന്ന സാധനം നമ്മളിവിടെ പിടിപ്പിച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇത് നേരെ ട്രൈപോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ട്രൈപോഡും വെച്ച് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നിലത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വെച്ചാൽ മതി. ഞാനെന്തായാലും ഈ 2 ഇഞ്ചിൻ്റെ സ്ക്രൂ എടുത്തത് നല്ല കാര്യമായി, കാരണം അത് അത്യാവശ്യം നീളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ പൊസിഷനിലൊരു ഇതിൽ പൊങ്ങി ഇങ്ങനെ നിന്നോളും. നമുക്ക് അത് ഫോണോ ക്യാമറയോ ആക്ഷൻ ക്യാമറയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്താൽ മതി. സംഭവം നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കൊള്ളും. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഷോട്ടുകളിലേക്ക് നമ്മുടെ സ്ലൈഡറിൽ എടുത്ത കുറച്ച് ഷോട്ട്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എങ്ങനെ ആ ഷോട്ട്സ് ഉണ്ട് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. ആ വീഡിയോ കാണുന്നവർക്ക് നല്ലൊരു നമ്മളൊരു വളരെ ബഡ്ജറ്റ് ലെവലിലൊരു ini dokter saya. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയെന്ന് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.